ദേ വരുന്നു പ്രേമലു. ബിന്നിയാന്റിയുടെ അടുത്തേക്കുണ്ട്. ബിന്നിയാന്റി ഇങ്ങോട്ട് വാടാ. ഉമ്മ വേണ്ടേ, ഉമ്മ? കേട്ടോ. ഉമ്മ വേണ്ടേ? നാണം വന്നു. നാണം വരുന്നുണ്ടല്ലോ ഇജോക്കുട്ടന്. അപ്പൊ ചക്കരക്കുട്ടൻ ആസാദിയായിട്ട് പാടിട്ടോ. ആ മുത്തുക്കുട്ടനാട്ടോ. നിന്നെ കാണുമ്പോ ഇങ്ങനെ ഇറുക്കണം. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മധുവങ്ങൾ അങ്ങനെ ആക്കാൻ പോവാ. മധുവങ്ങളാക്കുമ്പോ എനിക്ക് മധുവങ്ങളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ശരിക്കും താങ്ക് യു. വെൽക്കം. മധുവങ്ങളുടെ മുടി ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആയിരിക്കുക. ആണോ? എന്റെ ദൈവമേ, താങ്ക് യു. മീനുട്ടി ഇത്രയും നാളായിട്ട് നമ്മുടെ ആരുടെയും മടിയിൽ ഇരുന്നിട്ടില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. അവനാ ലേഡീസ് മധുവങ്ങൾക്കും അങ്ങൾക്കും ഒക്കെ ഉമ്മ തന്നില്ലേ? ഈ അങ്കിളിന് ഉമ്മ കൊടുത്തില്ല. നമുക്കൊരു വീഡിയോ ഉണ്ടായാലോ? ഹൈ അല്ല, ഐ ഹാവ്, ഐ ഹാവ്, ഐ ഹാവ്. ആ അതന്നെ, ഐ ഹാവ്, ഐ ഹാവ്, ഹാവ്, ഐ ഹാവ്. എനിക്കറിയില്ല. കുറച്ച് കല്ലിനെ പഠിക്കും, നാളെ പഠിക്കാം. ഇപ്പൊ എനിക്ക് ഫുൾ മാർക്ക്. ഇപ്പൊ ഇംഗ്ലീഷ് സൂപ്പർ ആയിട്ട് പറയും. ഒന്ന് ചോദിച്ചേ മീനുട്ടി എങ്ങോട്ടാ പോകുന്നു ചോദിച്ചു. ഇതൊന്നും ഞാൻ പഠിക്കാറില്ല. അവൻ ചോദിക്കും വേറെ ആരെയാ ഗോയിങ്. അവൻ ആരാന്ന് ഇംഗ്ലീഷിലെ കുറെ വാക്കൊക്കെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, മീനുട്ടിക്ക് ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അവൻ ചീക പറയാനുണ്ട് കേട്ടോ. മീനാക്ഷി ചേച്ചി എന്താ പാട്ടൊന്നും പാടാത്തെ? ആങ്കറായിട്ട് മാത്രം നിന്നാ മതിയോ? കൊറേ വർഷമായിട്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല ഈജോ കൂടെ, ഞാൻ പാടാത്തോണ്ടാണ് ഞാൻ കൊറേ വർഷമായിട്ട് ഇവിടെ നിക്കുന്നത്. അത് നാണക്കേടല്ലേ? അവിടെ ഇരിക്കുന്ന സേഫ് അല്ല, ഇങ്ങോട്ട് ഇറക്കി വിട്ട്. ഇജോ കൂടെ എന്നെ ഒരു പാട്ട് പഠിപ്പിക്കുവോ? എന്തിനാടാ പിന്നെ ചേച്ചിനെ പഠിപ്പിക്കണയാണെങ്കിൽ എന്റെ ആ വീഡിയോ കണ്ടു തന്നെ ചെയ്യേണ്ടി വരും. ആ അവസ്ഥയായിരിക്കുമെന്നോ? ആ വീഡിയോയിലുള്ള ഇജോക്കുട്ടന്റെ അവസ്ഥയായിരിക്കും മീനോ കുട്ടിക്കുന്നത്. അവൻ പഠിപ്പിച്ച. അപ്പൊ നിനക്ക് അറിയാല്ലടാ. എന്റെ അമ്മയൊക്കെ എന്നെ പാട്ട് പഠിപ്പിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. അതുപോലെ ഇജോക്കൂടം കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടണ ഇപ്പൊ കഷ്ടപ്പെടുന്ന എന്റെ അമ്മയാണ്, അതിനെക്കാട്ടി കഷ്ടപ്പെടുന്ന ഞാനാ. അത് ശരി. അല്ല, ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. കാരണം അമ്മയും മോനും കൂടെ ഉള്ള തല്ലും വഴക്കും പഠിപ്പീരും.